Download now. CC Learning app. ഹായ് ഓൾ, നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നു. പക്ഷെ പഠിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നില്ല? ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന കമൻസാണ് അത്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ നേരത്തെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം പഠിക്കാനിരിക്കുന്ന PSC പഠിക്കാനും SSC പഠിക്കാനും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ പറയുന്നത്. എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള ജോലി കളയുന്നത്, അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് പഠനത്തിന് വേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തായാലും എനിക്ക് ആ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടുന്നില്ല. ഞാനിങ്ങനെ റീൽസ് കാണുമ്പോഴായാലും ഒക്കെ എനിക്ക് ഫോണിൽ നോക്കാൻ ഒരു കുഴപ്പവുമില്ല. പക്ഷെ നേരെ തിരിച്ച് പഠനത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഈ ഒരു സംഭവം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. എന്താണ് പ്രതിവിധി എന്നുള്ളതാണ്. അപ്പം ഞാൻ ആശാ ബിനീഷ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ ഈ ചാനലിൽ കൂടുതലും PSC, അതോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചിങ് വേക്കൻസികൾ, SSC, RRB തുടങ്ങിയ ഗവൺമെൻറ് ജോബുകളിലേക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ളൊരു പരിഹാരമായിരിക്കും. ഇതിൽ എനിക്കൊരു കാര്യം പറഞ്ഞു തരാനുണ്ട്. എന്താണ് നമ്മുടെ റീൽസും നമ്മുടെ പഠനവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് ഈ റീൽസ് കാണുമ്പോൾ നമ്മൾ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഒരു പ്രശ്നവുമില്ല, മൊബൈലിൽ നോക്കിയിരിക്കാൻ സാധിക്കും. കണ്ണെടുക്കാതെ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. റീൽസിൻ്റെ മാക്സിമം മിനിറ്റ് എന്ന് പറയുന്നത് 3 മിനിറ്റാണ്. അതിൽ കൂടുതൽ റീൽസും നമുക്കറിയാം 1 മിനിറ്റ് താഴെയുള്ള കോണ്ടൻ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. അതിൻ്റെ ആ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ മൊബൈൽ മാറ്റുകയാണ്. നമ്മളെല്ലാവരും മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലേ? കൈയുണ്ടല്ലാതെ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്തത് പോവുകയില്ല. ഓട്ടോമാറ്റിക്കലി അല്ല അത് പ്ലേ ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് റീൽസ് നമുക്ക് നൽകുന്നത്? ശരിക്കും നമ്മുടെ ശരീരത്തിൽ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നത് എന്താണ്? ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. എല്ലാവർക്കും അറിയാം, അല്ലേ? ഈ റീൽസ് അല്ലെങ്കിൽ ഒരു ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഡോപ്പമൈൻ എന്ന് പറയുമ്പോൾ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയാണ്. ഭയങ്കര സന്തോഷം ആ സമയത്ത് കിട്ടും. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ആ സന്തോഷം ഇങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ സന്തോഷം എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് തന്നെ സീറോയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിനെ മടുക്കാതെ തന്നെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു നിരാശ ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ നമ്മൾ പഠനത്തിലേക്ക് എത്തുമ്പോഴോ ഒരിക്കലും ഇതെന്തല്ല, ഫാസ്റ്റ് ഡോപ്പമൈൻ അല്ല ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അത് സ്ലോ ഡോപ്പമൈനാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എക്സസൈസ് ചെയ്യുകയാണെങ്കിലും ഒക്കെയും കുറച്ച് കഴിഞ്ഞാണ്. നമ്മളൊരു കാര്യം പഠിക്കുന്നു, നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഇതിനൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു ഒരു 0.3 ഗ്രാം കുറഞ്ഞിട്ടുണ്ടാകുക, അല്ലേ? പക്ഷേ ആ സമയത്ത് നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത്. മറ്റേതെന്താണ്, നമുക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നു. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്കൊരിക്കലും റീൽസ് എന്ത് കൊണ്ട് തരില്ല, നമുക്കൊരു വലിയ സന്തോഷം തരില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എങ്ങനെയാണ് ആ യാഥാർത്ഥ്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുക? എന്തേ ഉള്ളൂ, യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻസ് എടുക്കണം. നിങ്ങളെക്കൊണ്ട് പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്തു ഒരു കാര്യം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനാദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ സ്ലോ ബൈ സ്ലോയിലേക്ക് നിങ്ങൾ 3 മണിക്കൂർ, ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ഞാൻ റെസ്റ്റ് എടുക്കുന്നു, ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇതാണ് റെസ്റ്റ് എടുക്കുന്നു എന്ന് പറയുന്നത് മൊബൈൽ കാണില്ല, അല്ലേ? ഇപ്പോഴത്തെ ഈ ഒരു മൊബൈൽ എന്ന് പറയുന്ന ഡിവൈസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ലോകത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന മൊബൈൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. മിക്കവരും സിസ്റ്റത്തെക്കാളും കൂടുതലും യൂസ് ചെയ്യുന്ന മൊബൈലായിരിക്കും. അപ്പം നമുക്കറിയാം അതിനെ ഉപയോഗപ്രദമായ രീതിയിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റണം. അതിലാദ്യമുള്ളത്, നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൊബൈൽ കാണുന്നു എന്ന് പറയുന്നത് കോൺസെപ്റ്റ് തന്നെ തെറ്റാണ്. റെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഫിസിക്കലിയും നമ്മളൊരു മൊബൈൽ കാണുമ്പം നമുക്ക് എപ്പോഴും അവിടെയും ഒരു എഫേർട്ട് വേണ്ടി വരികയാണ്. നമ്മൾ ടയേർഡാകും, നമ്മുടെ കണ്ണ്, നമ്മുടെ ഉറക്കത്തിനെ അത് ബാധിക്കും, നമ്മുടെ മൈൻഡിനെ അത് ബാധിക്കും. കാണുന്ന പലവിധ ഇതും നമ്മൾ സ്ട്രെസ്സാക്കുന്നതായിരിക്കും, അല്ലേ? ചില വാർത്തകൾ സ്ട്രെസ് ഉണ്ടാകും, ചിലത് നമ്മൾ കമ്പയർ ചെയ്യും ഇവരുമായിട്ടുള്ള ലൈഫ് വെച്ചിട്ട്. അയ്യോ, ഇവർക്കൊക്കെ എല്ലാം ഉണ്ട്, എനിക്കൊന്നുമില്ല. അവർ കാണിക്കുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമായിരിക്കും ഷൂട്ട് ചെയ്ത് കാണിക്കുക,
അല്ലേ? അപ്പോൾ ആ ഒരു കോണ്ടന്റ് വെച്ച് ആ ഒരു വ്യക്തിയെ അളക്കാൻ പറ്റില്ല. അവരുടെ വീട് നല്ല വൃത്തിയിൽ കിടക്കുന്നു, ഫുഡ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, മീൽ പ്ലാൻ ചെയ്യുന്നു, അവർ നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നല്ല പ്രോട്ടീൻ സമൃദ്ധമായ ഫുഡുകൾ അവരുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന കോണ്ടന്റ് ഒരു ദിവസം, ഇപ്പോൾ നമുക്കറിയാം ഒരു കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ദിവസം മുഴുവൻ റിസർച്ച് ചെയ്തിട്ടായിരിക്കും അവരന്നൊരു വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു 3 ദിവസം റിസർച്ച് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, അവർക്കതിനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റീലിൽ കാണുന്നതല്ല യഥാർത്ഥ ജീവിതം. ഈ റീലിൽ കാണുന്ന ജീവിതത്തെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ സ്ട്രെസ് ആകുകയാണ്. അയ്യോ, ഇപ്പോൾ PSCക്ക് പഠിക്കുന്നവരാണെങ്കിൽ അവർ കാണിക്കുന്ന ബുക്കുകൾ എന്ന് പറയുമ്പോൾ നല്ല ലൈറ്റ്, നന്നായിട്ട് കളറൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള അവരുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നത്, അത് നമുക്കൊരു മോട്ടിവേഷൻ തരും, ശരി തന്നെയാണ്. പക്ഷേ ആ കിട്ടുന്ന സമയം അവർക്ക് നമ്മൾ മോട്ടിവേഷനേക്കാളും ഉപരി നമ്മൾ എന്തായിരിക്കും, നമുക്ക് ചിലപ്പം ഒരു റിഗ്രറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അയ്യോ, ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവർക്കൊക്കെ കണ്ടോ ഇത്രയും ചെറിയ സാഹചര്യത്തിൽ നിന്നാണെങ്കിലും ഇവരൊക്കെ മുന്നോട്ട് വന്നു. ഇങ്ങനെയുള്ള കമ്പാരിസണും ഇവിടെ നടക്കുന്നുണ്ട്. മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് കാണുക, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ചില കണ്ടൻറ്റുകൾ നമ്മളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യുക. അത് വേണ്ടെന്നേ. അതൊരു സുപ്രഭാതത്തിൽ നമുക്ക് നടക്കത്തില്ല, നമുക്ക് 1 by 1 ആയിട്ടേ നടക്കത്തുള്ളൂ. ഇനി പഠനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു ചെറിയ രീതിയിൽ നമ്മുടെ മനസ്സിലെങ്കിലും നമുക്ക് കൊടുക്കാം. എന്താണ്, ഇപ്പം കഴിഞ്ഞൊരു ദിവസം LPSA UPSAക്ക് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടിയാണ്. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, മിസ്സേ എനിക്ക് ആകെ വാർത്തകളൊക്കെ കണ്ടിട്ട് ആകെ ഒരു പഠിക്കാൻ ഒരു തരത്തിലും ഒരു ഊർജവുമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഈ സ്വാഭാവികമായിട്ടും 10 വർഷം കഴിഞ്ഞിറങ്ങുന്ന ഒരു സർക്കാർ ഇറങ്ങുമ്പം ഖജനാവിലെ പണങ്ങൾ, അതോടൊപ്പം തന്നെ ഇലക്ഷൻ ക്യാമ്പയിൻസ്, ഇവയൊക്കെ പല രീതികളിൽ പോകപ്പെടും അല്ലേ? അടുത്ത് വരാൻ പോകുന്ന ഒരു കാലയളവിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പ് പറയാം, ഒരു സർക്കാർ സംവിധാനം ഉണ്ടെങ്കിൽ ആ സർക്കാർ സംവിധാനം നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് എന്തായാലും കുറച്ചധികം ജോലികൾ നൽകുന്ന ഒരു സർക്കാർ സംവിധാനമാണുള്ളത്. നമ്മുടെ കയ്യിലേക്ക് 60 ലക്ഷമോ 70 ലക്ഷമോ കൊടുത്തൊരു മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് പോകുന്ന ഉദ്യോഗാർത്ഥിക്കും മുന്നിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സീറ്റ് എൻഷുർ അല്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതൊന്നുമില്ലാതെ ഒരു എക്സാമിനെ മാത്രം ട്രസ്റ്റ് ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം അവിടെ ചെയ്യേണ്ടത് എന്തു മാത്രമേ ഉള്ളൂ, പഠിച്ചു തുടങ്ങുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. ഇതൊന്നും അല്ലാതെ വെറുതെ അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഡിസ്ട്രാക്ഷനിലേക്കല്ല പോകേണ്ടത്. ആദ്യം നമ്മളുടെ കർത്തവ്യം, ഞാൻ ഈ ലിസ്റ്റ് വന്നാലല്ലേ ഉള്ളൂ എനിക്കിതിനെപ്പറ്റി ചിന്തിച്ചുകൂടെ? ലിസ്റ്റ് വരുന്നതിനിപ്പുറം ഞാൻ എന്തിനാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്? ആവശ്യമുണ്ടോ? ഒരിക്കലും ആവശ്യമില്ല. ഞാനൊരു കേറ്ററ്റ് ക്ലിയർ ചെയ്താലേ എനിക്ക് അടുത്തൊരു LPSA UPSA അല്ലെങ്കിൽ HSA പരീക്ഷകൾ ഇവ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇവ എഴുതിയെടുത്താൽ ചിലപ്പം നമ്മളെല്ലാവരും പറയും, നമ്മളെല്ലാവരും ഒരുമിച്ച് തീരുമാനം എടുക്കുകയാണ്, നമുക്ക് നമ്മുടെ കുട്ടികളെ, നമ്മൾ സംവിധാനത്തെ പറയുന്നതോടൊപ്പം തന്നെ പറയണം, കുട്ടികൾ സ്കൂളിലേക്ക് എത്തണം. അപേക്ഷിക്കുന്ന എല്ലാ കുട്ടികളും, എല്ലാ അപേക്ഷാ ഉദ്യോഗാർത്ഥികളും, LPSA UPSA സ്വപ്നം കാണുന്ന എല്ലാവരും എന്ത് ചെയ്താൽ മതി, സ്കൂളിലേക്ക് കുട്ടികളെ ചേർത്താൽ മതി. അല്ലെങ്കിൽ വല്ലവരുടെയും കുട്ടികൾ വന്ന് പഠിക്കുമെന്ന് വിചാരിക്കരുത്. കേരളത്തിൽ അപേക്ഷിക്കുന്ന എത്രയോ സ്റ്റുഡൻസ് ഉണ്ട്. ഈ അപേക്ഷിക്കുന്ന സ്റ്റുഡൻസ് സ്കൂളുകളിലേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളാവില്ലേ? നമുക്കറിയാം, ഒരു സർക്കാർ സ്കൂളിലേക്ക് കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സംവിധാനത്തിൽ എന്ത് ചെയ്യും, സ്കൂളുകൾ അധ്യാപകരെ നിയമിക്കണം. അങ്ങനെ ഒരു കൂട്ടായ പോസിറ്റീവായ തീരുമാനം നമ്മുടെ ഭാഗത്ത് എടുക്കാൻ പറ്റും അല്ലേ? അപ്പം അവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ തീരുമാനങ്ങൾ. നമ്മുടെ ഡിസ്ട്രാക്ഷനിലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പം അതിനു വേണ്ടി നമ്മുടെ പ്രയത്നം ആദ്യം കൊണ്ടുവരിക. പ്രയത്നത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ നേരെ തിരിച്ചാണ്, ഇതൊന്നും നടക്കുന്നില്ല, ഞാൻ പഠിക്കുന്നില്ല, ആ സമയത്ത് ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. ആർക്ക് പോകും? നിങ്ങൾക്ക് പോകും. ഇത് കഴിഞ്ഞ് മാറ്റങ്ങളുണ്ടാകുമ്പം ആരെ ബാധിക്കും? കൂടെ പഠിച്ചവർക്കൊക്കെ ജോലി കിട്ടുമ്പം നമ്മൾ മാത്രം ഇങ്ങനെ എന്ത് ചെയ്യും, നോക്കിയിരിക്കും അല്ലേ? ഇപ്പം പല കാര്യങ്ങളിലും നമ്മുടെ ഡിസ്ട്രാക്ഷൻസിനെ മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ എന്ന് പ്രോപ്പർലി മനസ്സിലാക്കുക. റീല് കാണുന്നതാണെങ്കിൽ മാറ്റി വയ്ക്കുക. എൻറ്റയർലി മാറ്റാൻ പറ്റില്ല എങ്കിൽ കട്ട് ചെയ്യുക. 1 by 1. 3 മണിക്കൂർ കാണുന്നവരുണ്ട്, 2 മണിക്കൂർ കാണുന്നവരുണ്ട്, 1 മണിക്കൂർ കാണുന്നവരുണ്ട്. അതിനെ ഗ്രാജ്വലി സമയം കുറച്ചിട്ട് ആ സമയം നിങ്ങൾക്ക് എന്താണോ ആകാൻ ആഗ്രഹമുള്ളത് അതിനു വേണ്ടി പ്രയത്നിക്കുക. വെറുതെ നമ്മളിങ്ങനെ റിസർച്ച് ചെയ്ത് മാത്രം പോകുന്നതിന് പകരമായിട്ട് നമ്മൾ പഠനത്തിന് വേണ്ടി സമയം കൊടുക്കണം.
അല്ലേ? നമ്മൾ ഒരു പോർഷൻ പഠിച്ച് ആ പോർഷനെ പറ്റി പഠിച്ച് പരീക്ഷ എഴുതി അങ്ങനെയാണ്. അല്ലാതെ ഇങ്ങനെ കോണ്ടന്റ് മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ പലരും പറയാറുണ്ട് ഞാൻ യൂട്യൂബിലൂടെയാണ് പഠിച്ചത്. എങ്ങനെ അതൊരു പഠനമായിട്ട് പറയാൻ പറ്റും? യൂട്യൂബിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണുന്നു. ആ കണ്ടന്റ് പൂർണ്ണമാവില്ല. സിലബസ് എടുത്ത് വെച്ച് സിലബസിനകത്ത് അടയാളപ്പെടുത്തി അത് ഒരു പോർഷൻ പഠിച്ച് അതിൻ്റെ മാക്സിമം SCRT കവർ ചെയ്ത് അതിൻ്റെ വർക്കൗട്ടുകൾ ചെയ്ത് കൂടെ ഒരുപാട് പേരോട് മത്സരിക്കുമ്പോൾ ഞാൻ ഏത് പൊസിഷനിലേക്ക് ചെയ്യപ്പെടുന്നു. ഒരു മത്സര പരീക്ഷയ്ക്ക് അതാണ്. ഞാനൊരു 100 പേരോടുള്ള ഒരു മത്സര പരീക്ഷയിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ മത്സരിച്ചെങ്കിൽ മാത്രമാണ് ഒന്നെങ്കിൽ ഒരു സെൻട്രൽ ക്ലാസ്സിൽ പോകണം, അല്ലെങ്കിൽ ഒരു പെയ്ഡ് ക്ലാസ്സിൽ പർച്ചേസ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? എനിക്കൊരു റാങ്ക് ലിസ്റ്റ് കിട്ടും. ഈ ഒരു കൂട്ടം ആൾക്കാരോട് മത്സരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. എൻ്റെ സ്ഥാനം 14ാമതാണ്. എനിക്ക് അവിടുന്ന് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാതെ നമ്മളതിനകത്ത് ഒരു എഫേർട്ട് വിടുന്നില്ല. ഒരു എഫേർട്ടും ഇടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു വിജയം സ്വപ്നം കാണാൻ പറ്റുക? ഒരിക്കലും പറ്റില്ല. നമ്മുടെ എഫേർട്ട് വരണം. ആ എഫേർട്ട് വരണമെങ്കിൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് മാറ്റണം. ആ എഫേർട്ട് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഈ പറയുന്ന സ്ലോ ഡോപ്പമൈൻസ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡോപ്പമൈൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. മനസ്സിലായോ? നിങ്ങൾ ഹാപ്പി ആകും, നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകും, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വളരെയധികം ആത്മവിശ്വാസത്തോടെ പെരുമാറാൻ സാധിക്കും. അപ്പം ഞാൻ ഇന്ന് തൊട്ട് പറയുന്നു, നമ്മളിലുള്ള ഡിസ്ട്രാക്ഷൻ മാറ്റാൻ പറ്റിയ ഏറ്റവും മികച്ച ആളെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. തീരുമാനങ്ങൾ വേഗം തന്നെ ആയിക്കോട്ടെ. എന്താണ് മുന്നിലുള്ള അവസരമെന്ന് അറിയാമെങ്കിൽ ഇപ്പം ഒരുപാട് എക്സാംസ് വിളിക്കുന്നുണ്ട്. ലാബ് അസിസ്റ്റൻ്റ് എക്സാംസ് ഒക്കെ ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. അതോടൊപ്പം തന്നെ HSA വിളിക്കാൻ പോവുകയാണ്, LPSA വിളിക്കാൻ പോവുകയാണ്, ഇങ്ങനെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് വിളിക്കാൻ പോവുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമൊക്കെ വരുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. ഡിഗ്രി തരത്തിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നിപ്പോൾ ഞാനൊരു പത്രവാർത്ത കണ്ടപ്പം 1900 പേരുള്ള ടൈപ്പിസ്റ്റ് എക്സാമിൽ 930 കൂടുതൽ ആൾക്കാർക്ക് നിയമനം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അതിലെ ഒരു 60-70% നിയമനം വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, പോസിറ്റീവ് വാർത്തകൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതികളിലാണ്. അതിലും നമുക്ക് സാധ്യതകൾ ഏറെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സാധ്യത എന്തെന്നറിഞ്ഞിട്ട് മുന്നോട്ട് പോകുക, ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുക, ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. Download now. CC Learning App.